പ്രിപ്പയർ ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡാണ് ഹോഫ്മാൻ ബ്രോമാമൈഡ് റിയാക്ഷൻ. ഈ റിയാക്ഷനെ ഹോഫ്മാൻ ബ്രോമാമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പം ഇതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഹോഫ്മാൻ ബ്രോമാമൈഡ് ഡീഗ്രഡേഷൻ നടത്തുന്ന റിയാക്ഷനാണ് ഹോഫ്മാൻ ബ്രോമാമൈഡ് റിയാക്ഷൻ. അപ്പം അതായത് നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻറ്റിനെ ഡീഗ്രഡേഷൻ നടത്തിയിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇവിടെ അമൈഡിനെ ഡീഗ്രഡേഷൻ നടത്തിയാണ് അമീൻ ഉണ്ടാക്കുന്നത്. സോ ഇൻ ദിസ് റിയാക്ഷൻ amide undergo reaction with bromine in the presence of sodium hydroxide. ഇവിടെ അമൈഡിലേക്ക് ബ്രോമിനും സോഡിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് അമൈഡിന് ഡീഗ്രഡേഷൻ സംഭവിച്ചുകൊണ്ട് അമീൻ എന്ന മേജർ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഈ റിയാക്ഷനെയാണ് ഹോഫ്മാൻ ബ്രോമാമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ റിയാക്ഷൻ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമൈഡിലേക്ക് ബ്രോമിനും സോഡിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ CO ബോണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള R ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ്, ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് നൈട്രജൻ ആറ്റത്തിലേക്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് RNH2 എന്ന അമീൻ ഉണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം, ഇവിടെ CO ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കൈൽ പാർട്ടിന് മൈഗ്രേഷൻ സംഭവിക്കുകയും ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ചിങ് ടു ദ നൈട്രജൻ ആറ്റം. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പ്രൈമറി അമീൻ ഈസ് ഫോംഡ്. ഒരു എക്സാമ്പിൾ നോക്കൂ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അമൈഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, CH3 CH2 CONH2. ഇവിടെ CH3 എന്ന ഈഥൈൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ R ഗ്രൂപ്പ് അല്ലേ. RCONH2 എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈഥൈൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ സബ്സ്റ്റുവൻറ്റ്. ഇത്തരത്തിലുള്ള ഒരു അമൈഡിലേക്ക് ബ്രോമിനും സോഡിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യപ്പെടുമ്പോൾ CO ബോണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഈഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ R ഗ്രൂപ്പ് ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്തിട്ട് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടും? NH2-ലെ നൈട്രജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് CH3 CH2 NH2 എന്ന പ്രൈമറി അമീൻ ഉണ്ടാകുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമൈഡിന് ഡീഗ്രഡേഷൻ സംഭവിച്ച്, ഡീഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ ബ്രേക്കേജ് സംഭവിച്ച് അമീൻ ഉണ്ടാകുന്നു. ഈ റിയാക്ഷനാണ് ഹോഫ്മാൻ ബ്രോമാമൈഡ് റിയാക്ഷൻ. ഇവിടെ അമീൻ എന്ന മേജർ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സോഡിയം കാർബണേറ്റ്, സോഡിയം ബ്രോമൈഡ്, വാട്ടർ എന്നിങ്ങനെയുള്ള മൈനർ പ്രൊഡക്ട്സും അല്ലെങ്കിൽ സബ് പ്രൊഡക്ട്സും ഉണ്ടാകുന്നുണ്ട്. ഈ റിയാക്ഷന് മറ്റൊരു പ്രത്യേകത എന്താണ്? ഇവിടെ ഉണ്ടായിട്ടുള്ള അമീൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഒന്ന് നോക്കൂ. The number of carbon atoms of this product is less than the corresponding amide. റിയാക്റ്റൻ്റ് ആയിട്ടുള്ള അമൈഡിനേക്കാളും ഒരു കാർബൺ കുറവുള്ള അമീനാണ് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യുന്നത്.